മോനെ പൊളി സാധന ദോഷം പറയല്ല, അടിപൊളി. കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്ന കുറച്ച് ഞണ്ട് കിട്ടിയിരുന്നെങ്കിലെന്ന്. അതേപോലെ തന്നെ നല്ല ഞണ്ട് കിട്ടിയപ്പം ഞാനതങ്ങ് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കപ്പയിരുന്നു, ഞാനതങ്ങ് നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഞണ്ട് റോസ്റ്റ് വയ്ക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട്, ചുമന്നുള്ളിയൊക്കെ കുറച്ച് അധികം ഇട്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല എരിവിലാണ് ഞണ്ട് റോസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഞണ്ട് റോസ്റ്റ് വയ്ക്കാൻ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിന് പറ്റിയൊരു കോമ്പിനേഷനാണ് നല്ല മോരുകറി, തേങ്ങയൊന്നും അരയ്ക്കാത്ത നല്ല മോരുകറി. ഞണ്ട് റോസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഈ തേങ്ങ അരച്ച് വെക്കുന്നത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് എപ്പം ഞണ്ട് കിട്ടിയാലും ഞാൻ റോസ്റ്റ് ചെയ്യാറുണ്ട്. മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് എനിക്ക് എരിവിൽ കഴിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഇവിടുത്തെ ആളിനും അതങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പം എന്നോട് പറഞ്ഞ് ഞണ്ട് കിട്ടിയപ്പടി എനിക്ക് അങ്ങനെ തന്നെ വെച്ച് തരണം കേട്ടാന്ന്. അപ്പം ഞാൻ വെച്ച് അങ്ങനെ തന്നെ ചെയ്യാം, നിങ്ങൾക്കും ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇതേപോലെ ചെയ്യണം കേട്ടോ, നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ മോര് കറിയിൽ ഞാൻ തേങ്ങയൊന്നും ചേർക്കില്ല. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും മണമുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ നല്ലതുപോലെ മോര് കാച്ചിയെടുക്കും. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. നല്ല കുറുകുറായിരിക്കുന്ന മോര് കറിയാണ് നല്ല ടേസ്റ്റ്. ഇത് നമുക്ക് മീൻ മുളക് കറിയൊക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ച് കൂട്ടാൻ നല്ലതാണ്. വലിയ എരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ വീട്ടിൽ ഇതേപോലെ ഉണ്ടാക്കണം കേട്ടോ. ഞാനിവിടെ മിക്ക ദിവസവും ഉണ്ടാക്കാറുണ്ട്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ഞണ്ട് കറി അടിപൊളിയായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ അഭിപ്രായം എൻ്റെ ആൾ കഴിച്ചിട്ട് നിങ്ങളോട് പറയും കേട്ടോ. നല്ല കാച്ചിയ മോരിലെ കിടക്കുന്ന ഈ മുളക് ഈ കപ്പയുടെ മുകളിൽ ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കണം. അതിൻ്റെ ഒരു എരിവ് നല്ല രസമാണ്. പിന്നെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഞണ്ട് റോസ്റ്റിൻ്റെ ഈ ഗ്രേവി ഉണ്ടല്ലോ, ഈ ഗ്രേവി അത് ഇച്ചിരി എടുത്ത് ഇതിനകത്തോട്ട് ഇങ്ങനെ താളിച്ച് ആ കറിവേപ്പിലയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആ കപ്പയും ആ മോരും ആ മുളകും ആ ഞണ്ട് റോസ്റ്റിൻ്റെ ഗ്രേവിയും കൂടെ ചേർത്ത് ചെറിയൊരു ഉരുളയാക്കി. മോനെ പൊളി സാധനമാണ്, ദോഷം പറയല്ല, അടിപൊളി ഫുഡാണ് ഇന്ന് ഉച്ചയ്ക്ക്. പോരാത്തതിന് ഇന്നലത്തെ വറ്റിച്ച മുളകിട്ട നല്ല ചാളക്കറിയുണ്ട്, നെയ്മീൻ ചാളയായിരുന്നു. ഇന്ന് ഞാൻ പൊളിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും